ഇനി ഹിന്ദുമതത്തിൻ്റെ മതഗ്രന്ഥങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേദങ്ങൾ, അത് കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരിക്കുന്ന വേദമാണ്. അതിനുശേഷം ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്ന ബുക്കുകൾ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ആരണ്യകങ്ങൾ എന്ന് പറയുന്ന ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഉപനിഷത്തുകൾ, സൂത്രങ്ങൾ, ഇതിഹാസങ്ങൾ, ഭഗവത്ഗീത, പുരാണം, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് കിടക്കുന്നത്. അപ്പോൾ വേദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കേട്ടിരിക്കുന്നത് വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. എന്തറിവാണ് അതിൻ്റെ അകത്തുള്ളത് എന്ന് നമ്മളൊന്ന് വായിച്ചു നോക്കണം. അതായത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഇവിടുത്തെ വലിയ പണ്ഡിതന്മാരായിരുന്ന ഡോക്ടർ ലീലാവതി, അയ്യപ്പ പണിക്കർ, NV ഗോവിന്ദ വാര്യർ, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഈ വേദങ്ങളിലെ മുത്തിനെയും പവിഴത്തെയും കുറിച്ചൊക്കെ എഴുതിയിട്ടും തീരാത്ത ആളുകളാണ്. പക്ഷേ ഈ അറിവിനെക്കുറിച്ച് നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുക്കലൊന്ന് പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവൻ തല കുത്തി കടന്ന് ചിരിക്കും. ഒന്ന്, സൂര്യൻ 7 കുതിരകൾ വലിക്കുന്ന കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം സൂര്യൻ എന്ന് പറഞ്ഞ ഏതാണ്ട് 14 ലക്ഷം കിലോമീറ്റർ വ്യാസമുള്ള വലിയൊരു വാതക ഭീമനാണ്. അതിൻ്റെ ഉപരിതലത്തിലെ ടെമ്പറേച്ചർ തന്നെ ഏതാണ്ട് 5000 ഡിഗ്രി സെൽഷ്യസിലധികമാണ്. ആ സാധനത്തെയാണ് കുതിരവണ്ടിയെ കയറിപ്പോകുന്നു എന്ന് അന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അന്നത്തെ മനുഷ്യരെ സംബന്ധിച്ച് അത് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും ഒരു സപ്പോർട്ട്, ഒന്നുകിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു ബലം കൊടുക്കുന്നില്ലെങ്കിൽ ആ സാധനം എല്ലാം താഴേക്ക് വീഴുന്നു കാണാം. അപ്പോൾ അന്നത്തെ ആളുകൾ വിചാരിച്ചു ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്, ഒരിടത്തും മുകളിൽ നിന്ന് ഒരു സപ്പോർട്ട് കാണുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഭൂമി നിൽക്കുന്നത് അതൊരു പന്നിയുടെ മൂക്കിൻ്റെ മുകളിലാണ് ഭൂമി നിൽക്കുന്നത്. വരാഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ പന്നി എവിടെയാണ് നിൽക്കുന്നത്? പന്നി അതൊരു ആമയുടെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആമയോ? അത് വേറൊരു ആമയുടെ പുറത്ത്, പിന്നെ അങ്ങോട്ട് മൊത്തം ആമയാണ്. ഇനി അതിൻ്റെ താഴെ മറ്റൊന്നും പറഞ്ഞിരിക്കുന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് അറിവെന്ന് പറഞ്ഞാൽ ഈ സോമം എന്ന് പറയുന്നത് അത് ദേവന്മാരുടെ പാനീയമാണ്. കാരണം നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കുന്നുണ്ട്. വെള്ളമുണ്ട്, പഴത്തിൻ്റെ ചാറുണ്ട്, പാലുണ്ട്. പക്ഷേ ഇതൊന്നിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ആൽക്കഹോൾ കഴിച്ചാൽ കിട്ടുന്നുണ്ട്. മാത്രവുമല്ല അവർ നേരത്തെ പണ്ട് ഈ ആകാശത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നത് അതെന്താണെന്ന് അവർക്കറിയില്ല. അവരന്ന് പറഞ്ഞിരുന്നത് അതെല്ലാം ദൈവങ്ങളാണ്. അശ്വിനി ദേവന്മാർ, ബ്രഹ്മർഷിമാർ, ധ്രുവൻ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ഇങ്ങനെയുള്ള ഓരോ ദൈവങ്ങളെയാണ് ഈ ആകാശത്ത് കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൂടെ ചില നക്ഷത്രങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നതും കാണാം. അപ്പം ഇവർ വിചാരിച്ചു ഈ ദൈവങ്ങൾ ഈ വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് ഇവന്മാർക്ക് ഈ ആകാശത്തിൽ കൂടെയൊക്കെ പോകാനുള്ള കഴിവ് കിട്ടുന്നത്. അതുകൊണ്ട് സോമം എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള ഒരു പാനീയമാണ്. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് സോമപാനിയായ ഇന്ദ്രൻ, സോമപാനിയായ ചന്ദ്രൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചന്ദ്രൻ സോമം അതായത് മദ്യം കുടിക്കുമോ? അതായത് ഇന്നത്തെ കുട്ടികൾക്കറിയാം ഇത് കല്ലും മണ്ണും ഒക്കെ പർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന വലിയൊരു ഗോളമാണ്. അപ്പോൾ ഇതെന്നാന്ന് ചോദിച്ചെന്നാൽ നമ്മൾ പലതുമായിട്ട് കമ്പയർ ചെയ്താണ് നോക്കുന്നത്. നമ്മൾ മദ്യപിക്കുന്നവർ ആദ്യം ഒന്ന് ആടും,